ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് വവൽസ്. വവൽസ് എന്ന് പറഞ്ഞാൽ അതൊരു ലെറ്ററാണ്. അത് സൂചിപ്പിക്കുന്നത് സ്പീച്ച് ഓഫ് സൗണ്ട് എന്നതിനെ പറ്റിയാണ്. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എയർ പാസേജ് ഉണ്ടാവുന്നതായിരിക്കും. ഈ ലെറ്റേഴ്സ് പറയുമ്പോൾ നമുക്കൊരു തടസ്സം കൂടാതെ പറയാൻ കഴിയുന്നു. ഈ ലെറ്റേഴ്സ് ടങ്, ത്രോട്ട്, ലിപ്പ് എന്നിവിടങ്ങളായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇംഗ്ലീഷ് ലെറ്റേഴ്സിൽ മൊത്തം 26 അക്ഷരങ്ങളാണ് ഉള്ളത്. അതിൽ വവൽസാണ് 5 രീതിയിലുള്ളത്. അതാണ് എ, ഇ, ഐ, ഒ, യു. ചില സമയങ്ങളിൽ വൈ കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ബാക്കി 21 അക്ഷരം നമ്മൾ സ്വരാക്ഷരങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നത് 5 അക്ഷരങ്ങളെ പറയുന്നത് വവൽസ് എന്നാണ്. ബാക്കി 21 അക്ഷരങ്ങളെ നമ്മൾ പറയുന്നത് കൺസോണൻ്റ് എന്നാണ്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് വവൽസിലേക്ക് പോവാം. വവൽസ്. വെൻ ഡു യു നീഡ് എ വവൽസ്? നമുക്ക് എപ്പോഴാണ് വവൽസ് ആവശ്യമായിട്ട് വരുന്നത്? എവറി വേർഡ്സ് നീഡ് അറ്റ് ലീസ്റ്റ് 1 വവൽ. In fact, the shortest words in the English language are 1 letter. എന്ന് വെച്ചാൽ എല്ലാ വേർഡ്സിനും ഒരു വവൽ ആവശ്യമാണ്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ അത് ഷോർട്ടസ്റ്റ് വേർഡ് വന്നിട്ടോ ലെറ്ററാണ്. എന്നും നമ്മളൊരു വേർഡായിട്ട് കൺസിഡർ ചെയ്യും. ബിക്കോസ് നമ്മൾ സെൻറ്റൻസ് യൂസ് ചെയ്യുമ്പോൾ എയും കൂടി ഉൾപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനോ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എയും കൂടി ആ സെൻറ്റൻസിലേക്ക് വരാറുണ്ട്. നമ്മൾ അതാണ് നമ്മളിപ്പോൾ ലെറ്റർ ആണെങ്കിൽ നമ്മൾ വേർഡായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. And there are both vowels. If a word has more than 1 letter, they need more than 1 vowel. എന്ന് വെച്ചാൽ വേർഡ്സിന് ഒന്നിൽ കൂടുതൽ വവൽസ് വരുവാണെങ്കിൽ അതിനെ നമ്മൾ മോർ ദാൻ 1 വവൽസ് വരുവാണെങ്കിൽ അപ്പോൾ നമുക്ക് മോർ ദാൻ 1 വവൽസാണ് ആവശ്യമുള്ളത്. എന്ന് വെച്ചാൽ ഈ വവൽസ് ഇപ്പോൾ 2 തരമുണ്ട്. ഒന്ന് ഷോർട്ട് വവൽസും ഒന്ന് ലോങ് വവൽസും. ഷോർട്ട് വവൽസ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്താണ് ഷോർട്ട് വവൽസ്. ഷോർട്ട് വവൽസ് ആർ ദി സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ of vowels. Usually when there is only 1 vowel in the word, especially in the short vowel. എന്ന് വെച്ചാൽ ഷോർട്ട് വവൽസ് വന്നിട്ട് ആ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ആണ്. അതിപ്പോൾ ഒരു സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നതാണ് ഷോർട്ട് വവൽസ്. യൂഷ്വലി വെൻ there is only 1 vowel in the word, especially in the short vowelsന് ഒരു വേർഡാണ് വരുന്നത്. ഇപ്പോൾ വവലിൽ നമ്മളൊരു വേർഡ് ഇടുമ്പോഴത്തേക്കും അതിലൊരു വവൽ വെച്ചിട്ടാണ് നമ്മൾ ആ വേർഡ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് വവൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ആസിൻ ക്യാറ്റ്. ക്യാറ്റിന് ഒരു വവൽ മാത്രമേ ഉള്ളൂ, CAT ക്യാറ്റ്. അപ്പോൾ എ. ഇ ആസിൻ വെറ്റ്. വെറ്റിലും ഒന്നേ ഉള്ളൂ, WET. ഐ ആസിൻ ബിഗ്. ബിഗ് എന്ന് പറഞ്ഞാലും അതിൽ ഐ ഒരു ഇതേ വരുന്നുള്ളൂ, വവൽ വരും. ഒ ആസിൻ ക്ലോക്ക്. ക്ലോക്കിലും ഒന്നേ വരുന്നുള്ളൂ, ഓ. യു ആസിൻ ബട്ട്. ബട്ടിലും ഒന്നേ വരുന്നു, BUT ബട്ട്. ഇതൊക്കെ നമ്മൾ ഒരു വവൽ വെച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഷോർട്ട് വവൽസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാം എന്താണ് ലോങ് വവൽസ്. ലോങ് വവൽസ് ആർ എ ലിറ്റിൽ മോർ കോംപ്ലെക്സ്. എന്ന് വെച്ചാൽ ലോങ് വവൽസ് കുറച്ചുകൂടി കോംപ്ലെക്സ് ആണ്. എന്ന് വെച്ചാൽ ജനറലി ദേ ആർ ക്രിയേറ്റഡ് ബൈ കമ്പൈനിങ് 2 വവൽസ് വെയർ 1 ഈസ് ടിപ്പിക്കലി സൈലൻറ്റ്. എന്ന് വെച്ചാൽ ഇതിൽ വരുന്നത് ഒരു വവൽ 2 വവൽസാണ് ഇതിൽ വരുന്നത് ഈ വേർഡ്സിൽ. അതിൽ ഒരെണ്ണം നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യും, ഒന്ന് സൈലൻറ്റും ആയിരിക്കും. അതാണ് ഇവരിപ്പോൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ എന്ന് വെച്ചാൽ ദ ലോങ് വവൽ സൗണ്ട് ഈസ് ഈറ്റ്. ഈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈറ്റ് എന്ന് പറയുമ്പോൾ ET വരും. അതിൽ എ വന്നിട്ട് സൈലൻ്റ് ആണ്. നമ്മളത് 2 വവൽസാണ് വരുന്നത്, ഇയും എയും. അതിൽ എ വന്നിട്ട് ഭയങ്കര സൈലൻ്റ് ആണ്, ഇ വന്നിട്ട് എ സൈലൻ്റ് ആണ്. ഇ നമ്മൾ ടോപ്പിക്കലി യൂസ് ചെയ്യും. ഈസ് പ്രൊനൗൺസ് ലൈക്ക് ദി നെയിം ഓഫ് ലെറ്റർ ഇ. അപ്പോൾ നമ്മൾ ലെറ്റർ ഇ കൊണ്ടിട്ടാണ് നമ്മളത് പ്രൊനൗൺസിയേഷൻ ചെയ്യുന്നത്. ഓക്കെ. അടുത്തത് എ ആസിൻ. എക്സാമ്പിൾ നമുക്ക് നോക്കാം. എ ആസിൻ കേക്ക്. കേക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എ വരുന്നുണ്ട്. CAKE എന്ന് വെച്ചാൽ എ നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ഉൾപ്പെടുത്തും, ഇ വരുന്നില്ല. കേക്ക് നമ്മൾ പ്രൊനൗൺസിയേഷനിൽ പറയും, ഇ പറയത്തില്ല, സൈലൻ്റ് ആണ്. പക്ഷെ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ ഇയും കൂടി എഴുതും. ഇ ആസിൻ സ്ട്രീറ്റ്. ഇപ്പോൾ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇ വരുന്നത്, സ്ട്രീറ്റ്. ഒന്ന് സൈലൻ്റ് ആണ്. നമ്മൾ 2 കൂടി എഴുതും, പക്ഷേ ഒരെണ്ണം നമ്മൾ പ്രൊനൗൺസ് ചെയ്യും, ഒന്ന് സൈലൻ്റ് ആയിരിക്കും. ഐ ആസിൻ ലൈക്ക്. ലൈക്ക് എന്ന് പറഞ്ഞാൽ അതിൽ ഐ ഉണ്ട്, ലൈക്ക് എന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ സൈലൻ്റ് ആണ്, കെ വേറെ പ്രൊനൗൺസിൽ വരുന്നുള്ളൂ, ഈ സൈലൻ്റ് ആണ്. നമ്മൾ LIKE ലൈക്ക്, ഐയും കൂടി ഉൾപ്പെടുത്തും, ഇയും കൂടി ഉൾപ്പെടുത്തും നമ്മൾ. പക്ഷേ നമ്മൾ എഴുതുമ്പോൾ മാത്രമേ അത് ഉൾപ്പെടുത്താറുള്ളൂ. പറയുമ്പോൾ ലൈക്ക്, കെ വേറെ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ വരുന്നുള്ളൂ. ഓ ആസിൻ ഫോൺ. ഫോൺ എന്ന് പറഞ്ഞാൽ N വരെ വരുന്നുള്ളൂ, ഈ വരുന്നില്ല, അതൊരു സൈലൻ്റ് ആണ്. ഓ.
രണ്ട് വവൽസ് വരുന്നുണ്ട്, പക്ഷേ ഒരെണ്ണം സൈലൻറ്റും ഒരെണ്ണം നമ്മൾ പ്രൊനൗൺസിയേഷനിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും. യു ആസ് ഇൻ യൂസ്. യൂസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, യൂസ് വരുന്നുണ്ട്, ഈ വരുന്നില്ല. അപ്പോൾ അവിടെ US അത് രണ്ടിൻ്റെ പ്രൊനൗൺസിയേഷനേ വരുന്നുള്ളൂ, ഈ വരുന്നില്ല. സോ നമ്മൾ ഇതിനെ ബേസിക്കലി പറയുന്നത് രണ്ട് വവൽസാണ് ഇതിൽ വരുന്നത്. സോ ഒരു വവൽ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ പറയും, ഇനിയൊരു വവൽ സൈലൻ്റ് ആണ്, പക്ഷെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ പറയത്തില്ല. എഴുതുമ്പോൾ നമ്മൾ രണ്ട് വവൽസും കൂടി എഴുതും. അതാണ് ലോങ് വവൽസ് എന്ന് പറയുന്നതും. സോ അതുകൊണ്ടാണ് ഇത് കോംപ്ലക്സ് എന്നും പറയുന്നതും. ഓക്കെ, നമുക്കിനി അടുത്തത് നോക്കാം. ഈസ് വൈ എ വവൽ? വൈ ഒരു വവലാണോ ഇല്ലയോ എന്നുള്ളത് പലരുടെയും സംശയമാണ്. പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട്, വൈ ഒരു വവലാണോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ വൈ ഒരു വവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ മാത്രമാണ് നമ്മൾ വൈ യൂസ് ചെയ്യാറുള്ളത്. അത് നമുക്കിപ്പോൾ നോക്കാം. ദ ലെറ്റർ വൈ കോസസ് എ ലോട്ട് ഓഫ് കൺഫ്യൂഷൻ. വൈ കാരണം നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്. ബേസിക്കലി വൈ ക്യാൻ ബി ഐദർ എ വവൽ ഓർ എ കോൺസണൻറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ്സ് യൂസ്ഡ്. എന്ന് വെച്ചാൽ വൈ ഒരു വവലാണോ കൺസോൺസെൻ്റ് ആണോ നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ വവൽ വൈ ആയിട്ടും വവലായിട്ടും യൂസ് ചെയ്യാം, അതേപോലെ തന്നെ കോൺസോണൻ്റായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ വൈ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമുക്ക് എന്താ പറയുക, ഈ ടങ്ങിൽ മേലെ ടച്ച് ആവത്തില്ല. ടച്ച് ആവാത്ത വേർഡ്സും ഉണ്ട്, ടച്ച് ആവുന്ന വേർഡ്സും ഉണ്ട്. അതുകൊണ്ടാണ് ഈ വൈ വന്നിട്ട് രണ്ടിലും വരുന്നത്. വവൽസിലും വരും, കോൺസോണൻറ്റിലും വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ വൈ ഈസ് കൺസോണൻറ്റ് ഇറ്റ് മേക്ക് ഇറ്റ്സ് ഓൺ ഡിസ്റ്റൻസ് സൗണ്ട് യൂസിങ് ദ റെയർ ഓഫ് ദി ടങ് ഓൺ ദ ടോപ്പ് ഓഫ് ദി മൗത്ത്. എന്ന് വെച്ചാൽ ഈ വൈ വന്നിട്ട് കൺസോണൻ്റ് ആണല്ലോ, സോ അതിൻ്റെ സൗണ്ട് വന്നിട്ട് യൂസിങ് റെയർ ഓഫ് ദി ടങ് ചിലപ്പോൾ സമയത്ത് ടച്ച് ചെയ്യും ടോപ്പ് ഓഫ് ദി മൗത്ത്. അപ്പോൾ നമുക്കത് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ നമുക്ക് എക്സാമ്പിൾ വന്നിട്ട് യെല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ടങ് വന്നിട്ട് മേളിൽ ടച്ച് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളിത് രണ്ടായിട്ടും യൂസ് ചെയ്യുന്നത്. ടങ് മേലെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബോയ് എന്ന് പറയുമ്പോൾ ടങ് മേലെ ടച്ച് ചെയ്യുന്നില്ല. സോ അതിനെയാണ് നമ്മൾ കൺസോണൻറ്റും വവൽസും എന്ന് പറയുന്നത്. ഓക്കെ, ടച്ച് ചെയ്യുന്നതാണ് നമ്മൾ കൺസോണൻറ്റും, ടച്ച് ചെയ്യാത്തതിനെയാണ് വവൽസ് എന്നും പറയുന്നത്. BOY എന്ന് പറഞ്ഞാൽ നമ്മുടെ മേലെ അന്നാക്കിൽ ടച്ച് ചെയ്യത്തില്ല. സോ അപ്പോൾ അതാണ് അതിൻ്റെ ഡിഫറൻസ്. മനസ്സിലായോ? സോ എ വേർഡ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് വവൽസ് ആൻഡ് കൺസണൻസ്. വൈൽ എ വേർഡ് എന്ന് വെച്ചാൽ അത് വവൽസും ആയിരിക്കും കൺസണൻറ്റും ആയിരിക്കും. വൈൽ എ സെൻറ്റൻസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ്. സെൻറ്റൻസ് വന്നിട്ട് ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫോളോയിങ് ആർ എ ഫ്യൂ എക്സാമ്പിൾ ഓഫ് എ സെൻറ്റൻസ്. ഓക്കെ, ഡോണ്ട് ഫ്രീസ് ദി ഫ്രഷ് ഫ്രൂട്ട് എന്ന് വെച്ചാൽ ഇതിൽ ഡോണ്ട് ഇത് വന്നിട്ട് എക്സാമ്പിൾ ഓഫ് എ സെൻറ്റൻസ് ആണ്. ഇത് ഒരു വവൽസ് വെച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം ഇതിൽ എത്ര സ്ഥലത്താണ് വവൽസ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇതിൽ എടുത്തിരിക്കുന്ന ഓരോ വേർഡ്സിനകത്തും വവൽസ് ഉണ്ട്. ചിലപ്പോൾ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതലുണ്ട്. ഇപ്പോൾ ഇതിലൊക്കെ ഫ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാക്കി വെക്കുന്നത്. സോ അതിലും 3 വവൽസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വേർഡ്സിൽ തന്നെ 1ൽ കൂടുതൽ വവൽസ് വരുന്നുണ്ട്. ഇപ്പോൾ ദ ബിഗ് പ്ലെയിൻ ഫ്ലൂ അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ ബിഗ് എന്ന് വെച്ചാൽ നോക്കും, ഐ വരുന്നുണ്ട്, പ്ലെയിനകത്ത് E വരുന്നുണ്ട്, ഫ്ലൂവിനകത്ത് E വരുന്നുണ്ട്. അറ്റ് നൈറ്റ് എന്ന് വെച്ചാൽ പ്ലെയിൻ രാത്രിയിൽ പറക്കുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ അതിനകത്ത് ഐയും Eയും എല്ലാം കൂടി ഉൾപ്പെടുന്നുണ്ട് വവൽസിൽ. ഈ എല്ലാ ലെറ്റേഴ്സും ചിലതിൽ 2, 3 വരുന്നുണ്ട്, ചിലതിൽ 2 വരുന്നുണ്ട്, ചിലതിൽ 1 മാത്രം വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഈ വവൽസിന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഐ സോ എ റെയിൻബോ. ഇപ്പോൾ ഐ എന്ന് വെച്ചാൽ അത് ഒറ്റ വേർഡാണ്, ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ എന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ടും അതിൽ വരുന്നുണ്ട്. പിന്നെ അല്ലാത്തതും വരുന്നുണ്ട്, ഒരു വേർഡായിട്ട് 2 വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വന്നിട്ട് നമ്മളൊരു വേർഡാണ്, അതിപ്പോൾ സെൻറ്റൻസിൽ വരുന്നുണ്ട്, നമ്മൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റെയിൻബോ ഇവിടെ വന്നിട്ട് 3 എണ്ണമാണ് വരുന്നത്. AIN Aയും Iയും W. ഓക്കെ, അപ്പോൾ ഇത് 3 ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് ചിലതിൽ വേർഡ്സിൽ 3 വരും, ചില വേർഡ്സിൽ 2 വരും, ചില 1 വരും. അങ്ങനെയൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഐ വാണ്ട് എ ന്യൂ പെൻസിൽ. ഐ കൊണ്ട് വാണ്ട് വരുന്നുണ്ട്, അല്ലാതെയും കോമൺ ആയിട്ട് ഒരു വരുന്നുണ്ട്. പിന്നെ ന്യൂ പെൻസിലിനകത്ത് 2 എണ്ണം വരുന്നുണ്ട്. സോ ഇത് വേർഡ്സിൽ വന്നിട്ട് ചിലപ്പോൾ 1, 2, 3 എത്രയാണെന്ന് വെച്ചാൽ അതിലും വവൽസ് വരാറുണ്ട്. പിന്നെ അടുത്തത് വന്നിട്ട്
സോ നിങ്ങൾക്ക് ഈ ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, സോ ഇനി നമുക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു 2 ക്വസ്റ്റ്യൻസ് തരുകയാണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം വന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പറഞ്ഞാൽ മതി എന്താണെന്ന്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് പറയാം എന്താണെന്ന്. ഐഡൻറ്റിഫൈ ദ ഗിവൻ വവൽ വേർഡ്സ് എന്ന് വെച്ചാൽ ഈ വേർഡ്സിൽ വവൽസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ ഫിഷിനകത്ത് എവിടെയാണ് വവൽസ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങളത് എഴുതിയിട്ട് പറയാം എന്നോട്. ഫിഷിനകത്ത് ഏത് ലെറ്ററാണ് വവലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന്. പിന്നെ ഐസ് അതിലും ഏതാ, പിന്നെ ആപ്പിൾ, ഈ 3ലും ഏതാണ് വവൽസ് എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നും നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഇത് 2 ക്വസ്റ്റ്യനാണ് ഞാനിപ്പോൾ തരാൻ പോകുന്നത്. അതിൽ ഒന്നിൽ എ, ഒന്ന് ബി ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ന് എഴുതിയിട്ട് ഇവിടെ 1 2 3 നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ 1ൽ എവിടെ ഏത് ലെറ്ററാണ് വരുന്നത് വെച്ചാൽ ആ ലെറ്റർ മെൻഷൻ ചെയ്താൽ മതി. ഇപ്പോൾ 2 ആണെങ്കിൽ 2ൽ എവിടെയാണ് വരുന്നത്, ഏത് ലെറ്ററാണ് വരുന്നത് ആ ലെറ്റർ മാത്രം മെൻഷൻ ചെയ്താൽ മതി. സോ അപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാം. ഓക്കെ, അടുത്ത 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഐഡൻറ്റിഫൈ ദ ഗിവൻ കൺസണൻറ്റ് വേർഡ്സ്. ഇത് വന്നിട്ട് കൺസണൻ്റ് ആണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, വോവലല്ല. അപ്പോൾ നമ്മൾ ഇതിൽ തന്നിരിക്കുന്ന വേർഡ് സിറ്റിംഗ്, സ്റ്റോപ്പ്, ഡ്രോപ്പ്, ഇതിൽ ഇത്രയും വേർഡ്സിൽ എവിടെയാണ് കൺസണൻറ്റ് വരുന്നതെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇത് ബി എന്നാക്കിയിട്ട് 1ാമത്തേത് എത്ര കൺസണൻറ്റ് വരുന്നുണ്ടോ അത്രയും എഴുതണം 1ൽ, പിന്നെ 2 3 അങ്ങനെ ഇട്ടിട്ട് എഴുതിയാൽ മതി. സോ നിങ്ങൾ ഇത് എനിക്ക് കമൻ്റായിട്ട് എഴുതി അറിയിക്കുക. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അടുത്ത ഗ്രാമറിൻ്റെ ക്ലാസ് എടുക്കുമ്പോൾ അന്നേരം ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് ഇഷ്ടമായി നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. സോ നിങ്ങൾക്ക് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. അതുവരേക്കും ബൈ.